എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നലെ നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിച്ചത് അച്ഛനെക്കുറിച്ചുള്ള വിശേഷം ചോദിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് അതിന് ഇളയച്ഛൻ മറുപടിയായി പറഞ്ഞിരിക്കുന്നത് ശ്രുതിയുടെ അച്ഛൻ പണമുണ്ടാക്കാനുള്ള തിരക്കിലാണെന്നും അദ്ദേഹം പണത്തിനെ മാത്രമാണ് സ്നേഹിക്കുന്നതും എന്നുമായിരുന്നു ഇളയച്ഛൻ്റെ മറുപടി. പിന്നീട് അങ്ങോട്ട് ഇളയച്ഛൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. ശ്രുതിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കഥ. പണത്തിൻ്റെ പുറകിൽ അച്ഛൻ ഓടിയതുകൊണ്ട് ശ്രുതിയുടെ അമ്മയെ കാര്യമായി ശ്രദ്ധിക്കാൻ പറ്റിയില്ലെന്നും അമ്മയ്ക്കൊരസുഖം വന്നപ്പോൾ പോലും അച്ഛൻ ശ്രദ്ധിച്ചില്ലെന്നുമാണ് ഇളയച്ഛൻ പറയുന്നത്. അതുകൊണ്ടാണ് ശ്രുതിയുടെ അമ്മ മരണപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതിക്ക് നല്ല ദേഷ്യം വരികയാണ്. ഇനി ഇങ്ങനെ അച്ഛനായിട്ട് ദേഷ്യം വെച്ച് നടക്കേണ്ട കാര്യമുണ്ടോ? വഴക്കൊക്കെ മാറി എല്ലാവരും ഒന്നാവണ്ടേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇളയച്ഛൻ പറയുകയാണ്, ശ്രുതിയുടെ അമ്മ മരിച്ചു കഴിഞ്ഞ് 3-ാം മാസത്തിൽ തന്നെ അച്ഛൻ വേറെ ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ചുവെന്നും അതാണ് ശ്രുതിക്ക് അച്ഛനോടുള്ള ദേഷ്യം മാറാത്തതെന്നുമാണ് ഇളയച്ചൻ കാരണമായി പറയുന്നത്. ഇത് കേട്ടപ്പോൾ മറുപടി പറയുന്നത് നമ്മുടെ അമ്മയാണ് കേട്ടോ. അമ്മ പറയുവാണ്, അതിനിപ്പോൾ എന്താ, എപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കാൻ സാധിക്കുമോ? അച്ഛനും ഒരു കൂട്ടൊക്കെ വേണ്ടേ എന്നോർത്തായിരിക്കും അച്ഛൻ വേറൊരു വിവാഹം കഴിച്ചത് എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഇളയച്ചൻ അതിന് ഉദാഹരണമായി പറയുന്നത്, നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ഭർത്താവ് പെട്ടെന്ന് തന്നെ ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ കെട്ടുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ അതിന് സമ്മതിക്കുമോ? നിങ്ങളുടെ മക്കൾക്കൊക്കെ ദേഷ്യമാവില്ലേ? അതുകൊണ്ടുള്ള ദേഷ്യമാണ് ശ്രുതിക്കൂ എന്നാണ് ഇളയച്ചൻ പറയുന്നത്. ഇങ്ങനെ അമ്മയുടെ മരണവാർത്തയെ പറ്റിയുള്ള സംസാരം കൂടുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് നല്ല ദേഷ്യം വരികയാണ്. കാരണം ശ്രുതിയുടെ അമ്മ മരിച്ചിട്ടില്ലല്ലോ. ശ്രുതി പറയുകയാണ്, എൻ്റെ അമ്മയൊന്നും മരിച്ചിട്ടില്ല, നിങ്ങൾ ഈ സംഭാഷണം ഒന്ന് നിർത്തോ എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ എല്ലാവരും അവിടെയുള്ളവരൊക്കെ ചോദിക്കും, നീ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞത് നിൻ്റെ അമ്മ മരിച്ചെന്ന്? അപ്പോൾ ശ്രുതി പറയും, എൻ്റെ അമ്മ ഇപ്പോഴും എൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്നുണ്ട്. വെറുതെ നിങ്ങളിങ്ങനെ പറഞ്ഞ് എൻ്റെ അമ്മ മരിച്ചു എന്ന് എന്നിങ്ങനെ ഓർമ്മിപ്പിക്കല്ലേ. എൻ്റെ അമ്മ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ശ്രുതി ആ സന്ദർഭത്തെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കരിമ്പാണ് കേട്ടോ എടുത്തുകൊണ്ട് വരുന്നത് ശ്രുതി ആ കരിമ്പ് കാലം കൊണ്ടൊടിച്ച് 2 കഷ്ണമാക്കാൻ നോക്കുകയാണ്. പക്ഷേ നമ്മുടെ ശ്രുതിക്ക് അതിന് പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത്. സച്ചി ഒറ്റ കാലിലിട്ട് ഒറ്റ കരിമ്പ് അടിച്ചുകൊണ്ട് തന്നെ കരിമ്പൊക്കെ നല്ല കുഞ്ഞു കഷ്ണങ്ങളാക്കി വീട്ടുകാർക്കൊക്കെ വീതിച്ചെടുക്കുന്നു. എല്ലാവരും നല്ല അത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ശ്രുതി പറയുന്നത്, ഓ ഈ കരിമ്പിന് എന്ത് ബലമാണ്, എനിക്കിതൊന്നും കടിച്ചു പറിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇളയച്ചൻ പറയും, എടാ ശ്രുതി, നിനക്ക് ഒരു കരിമ്പ് കടിച്ചു പറിക്കാൻ പോലും പറ്റുന്നില്ലേ? നീ എങ്ങനെ പോത്തിൻ്റെ എല്ല് കടിച്ചു പറിക്കും? പോത്തിൻ്റെ എല്ലിന് ചുറ്റും മാംസം ഉണ്ടാവും. അപ്പോൾ മാംസം മാത്രം കടിച്ചു പറിക്കരുത്, എല്ലോടെ കടിച്ചു തിന്നണം, അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ടു നോക്കും. കാരണം ഇളയച്ചൻ്റെ ഓരോ സംഭാഷണങ്ങളും അവസാനിപ്പിക്കുന്നത് ഈ പോത്തിലും ആടിലും ഒക്കെയാണല്ലോ. എന്നിട്ട് ചോദിക്കുവാണ് നമ്മുടെ ഇളയച്ചൻ, പോത്തിൻ്റെ എല്ലാണോ അതോ നമ്മുടെ ആടിൻ്റെ എല്ലാണോ സോഫ്റ്റ് എന്ന്? അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവും. ഇതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ബാക്കിയുള്ളവർ ചോദിക്കും. ഏതായാലും ഇളയച്ചൻ വന്നതോടുകൂടി നമ്മുടെ സീരിയൽ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ശ്രുതിയെ സമാധാനിപ്പിക്കുകയാണ്. കാരണം അമ്മയില്ലെന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെയാണല്ലോ ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചത്. നീ ഇനി അമ്മയില്ലെന്നോർത്ത് വിഷമിക്കേണ്ടെന്നും നിൻ്റെ അമ്മായിയമ്മയല്ല, ഞാൻ നിൻ്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചമ്മ പറയും, ചന്ദ്രേ, നീ 3 മരുമക്കളെയും മക്കളായി തന്നെ കാണണം, അങ്ങനെ ഒരാളെ മാത്രം മകളായി കാണരുത് എന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയുവാണ്, എനിക്ക് വർഷയും എൻ്റെ മകൾ തന്നെയാണെന്ന് പറയും. അപ്പോൾ വർഷ പറയും, അയ്യോ ആൻറ്റി, എനിക്കൊരമ്മയുണ്ട്, ആ അമ്മ കൊണ്ട് തന്നെ ഞാൻ പൊറുതിമുട്ടിരിക്കുകയാണ്, എന്നെ എപ്പോഴും ചീത്ത പറയും, എനിക്ക് ഇനി വേറൊരു അമ്മ വേണ്ട, ആൻറ്റി എൻ്റെ ആൻറ്റിയായി തന്നെ ഇരുന്നാൽ മതി എന്ന് പറയും. ഇത് കേട്ട് നമ്മുടെ ചന്ദ്ര ചമ്മി പോകുവാണ് കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയും, രേവതിയെയും മോളായി തന്നെ കാണണം എന്നൊക്കെ പറയുമ്പോൾ, രേവതിക്ക് അമ്മയുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് മോളായിട്ട് കാണണമെന്ന് ചന്ദ്ര തിരിച്ചു ചോദിക്കുകയാണ്. ഏതായാലും വർഷയുടെ മറുപടിയിൽ നമ്മുടെ ചന്ദ്ര നല്ലോണം ചമ്മിപ്പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇളയച്ചനുമായിട്ട് നാട് കറങ്ങാൻ പോകുന്ന സുധിയെയും മഹേഷിനെയും സച്ചിയുമാണ് കാണാൻ സാധിക്കുന്നത്. കറങ്ങാൻ പോകാൻ സുധിയെ വിളിച്ചപ്പോൾ സുധി പറയുക, എനിക്ക് കരിമ്പ് തിന്ന് തന്നെ മതിയായി, ഞാൻ കിടന്നുറങ്ങാൻ പോകുക എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഇളയച്ചൻ പറയാ, വീട്ടിലിരുന്നിരുന്ന് നീ അട പോലെ വന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കറങ്ങടാ എന്ന് പറഞ്ഞ് സുധിയെ വിളിച്ച് പോകും. ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടെന്നും പാടങ്ങളും കുളങ്ങളും എല്ലാം ഉണ്ടെന്നും മാടുകളും ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ചന് നല്ല സന്തോഷവും. മാടെന്ന് കേൾക്കുമ്പോൾ തന്നെ മാടുകളും ഉണ്ടോ എന്ന് ഇളയച്ചൻ ചോദിക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുകയാണ്. പിന്നെയും ഏതായാലും സന്ദർഭങ്ങളൊക്കെ നല്ല കോമഡി സിറ്റുവേഷനാണ് കേട്ടോ ഇപ്പോൾ ചെമ്പനീർപ്പൂവിൽ. എന്നിട്ട് ഇവരൊക്കെ കൂടി കറങ്ങാൻ പോവും. അപ്പോഴാണ് ഇളയച്ചൻ നല്ല ആടിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഇളയച്ചൻ ആടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നല്ല രോമാഞ്ചമൊക്കെ വരികയാണ്. നല്ല കോമഡിയാണ് കേട്ടോ ഈ സിറ്റുവേഷനൊക്കെ. എല്ലാവരും കാണേണ്ട എപ്പിസോഡ് തന്നെയാണ്.
സ്കോച്ചിന് വേണ്ടിയാണ് നമ്മുടെ സച്ചിയും മഹേഷും ഒക്കെ ഇളയച്ചൻ്റെ കൂടെ നടക്കുന്നതല്ലോ. അപ്പോൾ ഇളയച്ചൻ സ്കോച്ചൊന്നും കൊണ്ടുവന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇളയച്ചൻ പറയുവാണ്, ഞാൻ 5 സ്കോച്ച് കൊണ്ടുവന്നു, നിങ്ങൾക്കെല്ലാം ഓരോ കുപ്പി വെച്ചും പിന്നെ നിങ്ങളുടെ അച്ഛനൊരു കുപ്പിയെന്നും പറയും. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരുവാണ്. എടോ, എൻ്റെ അച്ഛൻ കുടിക്കത്തൊന്നുമില്ല, താൻ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ ചോദിച്ച് ഇളയച്ചനെ ചീത്ത പറയുവാണ്. അപ്പോൾ നമ്മുടെ ഇളയച്ചൻ നല്ല വല്ലാണ്ടാവുന്നുണ്ട്. സുധി ഈ സിറ്റുവേഷൻ നല്ലോണം ഹാൻഡിലും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇളയച്ചൻ്റെ പെരുമാറ്റത്തിൽ എല്ലാവർക്കും നല്ല സംശയമുണ്ട്. ഇളയച്ചൻ്റെ കള്ളത്തരം അടുത്ത് തന്നെ എന്തായാലും പൊളിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.